ഇവിടെയാണ് വിശ്വാസത്തിന്റെ അടിത്തറ, വിജയത്തിന്റെ ആദ്യാക്ഷരവും. ഭക്തിയുടെ വഴിയിലേക്ക് വെളിച്ചം വീശുകയും അവിടെ സ്വയം ഒരു വിളക്കായി മാറുകയും ചെയ്യേണ്ടത് ഒരു ഭക്തന്റെ നിർവൃതിയല്ലേ? നമ്മുടെ ഭക്തിയെ നിർഭരമാക്കുന്ന ഒരു പുണ്യമാസമാണ് മുഹറം. ഇസ്ലാമിക ചരിത്രത്തിലെ പല സുപ്രധാന സംഭവങ്ങളും വികാസങ്ങളും സാക്ഷ്യം വഹിച്ച മാസാണല്ലോ മുഹറം. അപ്പോൾ ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം വീണ് കളങ്കിതമായ കർബലയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണല്ലോ. ഫറൂഖ് നെയ്മിയുടെ വാക്കുകൾ തീരുന്നേയില്ല. അള്ളാഹു മഹത്വം നിറച്ച നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സുന്നത്ത് നിസ്കാരങ്ങൾ, നോമ്പനുഷ്ഠാനം, സ്വലാത്തുകൾ, മറ്റ് സൽക്കർമ്മങ്ങളിലൂടെ, ദാനധർമ്മങ്ങൾ തുടങ്ങിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ സമീപസ്ഥരാവാൻ ഈ ദിവസങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. ഏത് പുണ്യദിനവും അതിനെ ആദരിക്കാനുള്ള രീതി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നതു തന്നെയാണ്. ആ വിധത്തിൽ മുഹറത്തെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. പ്രാസ്ഥാനിക കർമ്മവഴിയിൽ കൂടുതൽ ചിട്ടയോടെ പ്രവർത്തിക്കാനും മാതൃകായോഗ്യരായ പ്രവാചകന്മാർ, ഇമാമുമാർ, അഹ്ലുബൈത്തിലെ നേതാക്കൾ തുടങ്ങിയവരെ അറിയാനുമുള്ള അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയും കർമ്മവഴിയിൽ അടയാളപ്പെടുത്തിയ ചിട്ടകളെ കൃത്യതയോടെ ഓർത്തെടുത്ത് നമ്മുടെ പ്രവർത്തന വഴികൾ കൂടുതൽ ശാക്തീകരിക്കാനുള്ള വേളയായി ഓരോ പ്രവർത്തകരും ഇതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അൽ ഹസനു വൽ ഹുസൈൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഖലീഫ യസീദിന്റെ ദുർഭരണത്തിൽ സഹിക്കാനാവാതെ വീർപ്പുമുട്ടി വല്ലാതെ വലഞ്ഞപ്പോൾ ഇറാഖിലെ ജനങ്ങൾ കത്തിലൂടെ തങ്ങളുടെ ദയനീയത ബോധ്യപ്പെടുത്തുകയും എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഈ ക്രൂരനായ ഭരണാധിപനിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതു പ്രകാരം ഹുസൈൻ അവറുകളും സംഘവും ഇറാഖിലേക്ക് പുറപ്പെട്ടു. അതെ, അവർ അവിടെ എത്തിയപ്പോഴേക്കും ഇറാഖി ജനത കാലുമാറുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും സംഘത്തിനും അഭയം നൽകുന്നത് പോയിട്ട് ഒന്ന് വിശ്രമിക്കാൻ പോലും ഒരിടം പോലും നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാൻ തയ്യാറാവാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തുകയുമായിരുന്നു ആ കാപാലിക വർഗം ചെയ്തത്. വീണ്ടും ഫറൂഖ് നെയ്മി പറയുന്നു, ദുഃഖപൂർണമായ ഒരു ഓർമ്മ കൂടി ഈ മുഹറം നമുക്ക് നൽകുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗമാണ്. കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രനും സ്വർഗീയ യുവാക്കളുടെ നേതാവുമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മകളും നമുക്ക് നൽകുന്നത് ഒരു ദുഃഖത്തെ അനുസ്മരിക്കുക എന്നതിലുപരി സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച യുവാക്കളുടെ നേതാവിനെയാണ് നാം പഠിക്കുന്നത്. ചരിത്രത്തിലെ കർബല സംഭവങ്ങളും പ്രവാചക പൗത്രൻ ഹുസൈൻ അവറുകൾ രക്തസാക്ഷ്യം വഹിച്ച ദിനവും കൂടിയാണല്ലോ മുഹറം. അതെ, ഈ സംഭവം ചരിത്രത്തിലെ എന്നത്തെയും കറുത്ത അധ്യായം തന്നെയാണെങ്കിലും ആ അർത്ഥത്തിൽ ഇതൊരു ദുഃഖദിനമായി ആഘോഷിക്കുന്നതും നല്ലതല്ല. നമുക്കറിയാമല്ലോ, ആശുറ ദിനത്തോടനുബന്ധിച്ച് പ്രവാചക കുടുംബത്തോട് അടങ്ങാത്ത സ്നേഹവായ്പാണ് മാലോകർക്കുണ്ടായിരുന്നത്. അതെ, അത്തരം സ്നേഹത്തോടെ തന്നെയാണ് ഈ മാസവും നമ്മൾ നമ്മോടൊപ്പമുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറേണ്ടത്, അല്ലേ? അതെ അതെ. നിനക്കറിയോ മറ്റൊരു സംഭവം? എന്താണ്? ആദം നബിയെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്നും അള്ളാഹു പുറത്താക്കി ഭൂമിയിലേക്ക് അയച്ചതും പിന്നീട് ഇരുവരുടെയും പശ്ചാത്താപം ഉടയവൻ സ്വീകരിച്ചതും ഈ ആശുറ ദിനത്തിലാണെന്ന്. തീർച്ചയായും യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് യഅ്കൂബ് നബി അലൈഹി ഇസ്ലാം കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന കാരണത്താൽ സഹോദരങ്ങൾ അദ്ദേഹത്തെ കിണറ്റിലെറിയുകയും പിന്നീട് അതുവഴി വന്ന വഴിയാത്രക്കാർ കിണറ്റിൽ നിന്നും നബിയെ രക്ഷപ്പെടുത്തി ഈജിപ്തിൽ അബ്ദുൽ അസീസ് രാജാവിനെ അടിമയായി വിൽക്കുകയും ചെയ്തു. ഈ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അസീസ് രാജാവിന്റെ ഭാര്യയ്ക്ക് സുമുഖനായ യൂസഫ് നബിയോട് തോന്നിയ അനിയന്ത്രിതമായ അനുരാഗം, യൂസഫ് നബിക്ക് അതിനോടുള്ള പുച്ഛവും പിന്നീട് യൂസഫ് നബിയെ ജയിലിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അവസാനം യൂസുഫ് നബി അലൈഹിസ്ലാം ജയിൽ മോചിതനായതും തന്റെ മകന് നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാനാവാതെ കരഞ്ഞ് കരഞ്ഞ് ദൃശ്യശക്തി നഷ്ടമായ യഅ്കൂബ് നബിക്ക് നഷ്ടപ്പെട്ട കാഴ്ചശക്തി മകനാകുന്ന യൂസുഫ് നബിയുടെ കുപ്പായം തന്റെ മുഖത്തിട്ടപ്പോൾ തിരിച്ചു കിട്ടിയതും നീണ്ട കാലങ്ങൾക്ക് ശേഷം ബാപ്പയും മകനും പരസ്പരം സന്ധിച്ചതും മുഹറം 10-ലാണല്ലോ. യഅ്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി.
പ്രവാചകനായ അയ്യൂബ് നബിയെ പടച്ചവൻ ശരീരത്തിന്റെ അകത്ത് വലിയ വേദന കൊടുത്തുകൊണ്ടും മറ്റു വിധേനയും പരീക്ഷിച്ചു. എല്ലാവിധ പരീക്ഷണങ്ങളിലും അടിപതറാതെ പിടിച്ചു നിന്ന അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണമായ രോഗശാന്തി നൽകുകയും എല്ലാവിധ സന്തോഷങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തത് ഇങ്ങനെയൊരു പത്തിലാണ്. അത് മാത്രമല്ല, അള്ളാഹു താല അവസാനത്തെ നബിയും കാരുണ്യത്തിന്റെ കേദാരവുമായ മുഹമ്മദ് നബി അലൈഹിസ്സലാമിൽ നിന്നും യാതൊരുവിധ തെറ്റുകളും സംഭവിക്കില്ലെന്ന് നാഥന് വാക്കുകൊടുത്തതും മുഹറം മാസത്തിലെ 10 തന്നെയാണ്. അതെ, ഇങ്ങനെ ശ്രേഷ്ഠതകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് മുഹറം, ചന്ദ്രവർഷത്തിലെ ആദ്യ മാസം. ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവസന്നിധിയിൽ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സർവ്വ സൃഷ്ടികൾക്കും സമാധാനവും വിജയവും കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്നീ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ നമുക്ക് അർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ. വീണ്ടും ഫറൂഖ് നഈമി പറയുന്നു, ഹിജ്റയുടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാവർക്കും പുതുവർഷ സന്തോഷങ്ങൾ നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഒരു ചരിത്ര മുഹൂർത്തത്തെയാണ് ഹിജ്റ കലണ്ടർ അടയാളപ്പെടുത്തുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ശാസ്ത്രീയമായി സംവിധാനിച്ച അറബിക് കലണ്ടർ അതിൻ്റെ ഒരു മുഹൂർത്തം നിശ്ചയിക്കേണ്ടത് എവിടെയെന്ന് ആലോചിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ഹിജ്റയാണ് അടയാളപ്പെടുത്തിയത്. ലോകത്ത് അതുല്യമായി എന്നേക്കും അടയാളപ്പെടുത്തപ്പെട്ട സാഹോദര്യ സംവേദനങ്ങളും എല്ലാം ഹിജ്റ നമുക്ക് നൽകുന്നു. നാം നമ്മാൽ കഴിയുന്നത് നൽകുന്നതോടൊപ്പം മറ്റുള്ളവരിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് ചെയ്യുന്ന ജനകീയ പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിങ്കൽ ഏറെ പ്രതിഫലാർഹമാണ്. പ്രകൃതി ക്ഷോഭങ്ങൾക്കിടയിൽ എല്ലാവരും ജീവകാരുണ്യക്ഷേമ പ്രവർത്തനത്തിൻ്റെ പ്രളയബാധിതർക്ക് വേണ്ടിയുള്ള ആശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി നമ്മൾ കൂടുതൽ കർമ്മവഴിയിലിറങ്ങി വീണുകിടക്കുന്നവർക്ക് താങ്ങ് നൽകാനും ജീവിതത്തിൽ പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷ കൊടുക്കാനും പവിത്രമായ കർമ്മങ്ങൾക്കിടയിൽ വീണുപോയവർക്ക് ഒരാശ്വാസം നൽകാനുമുള്ള ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുടെ കൂട്ടമാകാനും ഒരുപാട് ആളുകൾക്ക് നന്മകൾ പകർന്നുകൊണ്ട് മുന്നേറാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുഹറം സന്തോഷങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الحسين اقدس عشيق خلى صيتي ينعرف وهو دربي ومسلكي وعنا لا ما انحرف. അതെ, മനസ്സിന് സമാധാനവും ജീവിതത്തിന് ലക്ഷ്യബോധവും ആത്മാവിന് ആത്മവിനോദവും സമ്മാനിക്കുന്നതാണ് നമ്മുടെ പുണ്യദിനങ്ങൾ. ആധ്യാത്മികത അവന്റെ അനശ്വര പ്രഭ അനുവദിക്കാനും സഹായിക്കുന്നു. അനുഷ്ഠാനങ്ങളിൽ ആത്മാർത്ഥതയും പെരുമാറ്റങ്ങളിൽ നിഷ്കളങ്കതയും അന്തരാളങ്ങളിൽ വിശുദ്ധിയുമായി നമുക്ക് നടക്കാം. ആത്മാവിന്റെ ശുദ്ധീകരണത്തിനും സംസ്കരണത്തിനും വേണ്ടി അള്ളാഹു പ്രത്യേകം സജ്ജമാക്കിയ വിശുദ്ധിയുടെ മാസമാണ് മുഹറം. അതിനാൽ നമ്മുടെ മനസ്സും എന്നും വിശുദ്ധിയിലെ അത്യുന്നതങ്ങളിലേക്ക് എത്തട്ടെ. നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. العهد باقي انا وما يغيرني احد تبقى اهداف الحسين في ضميري للابد. التهمني كربلاء وما يهمني حرملاء والتهمني كربلاء وما يهمني حرملاء. كل شي للعشاق يجري. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റെനീഷ് ആര്യപ്പള്ളി, ഞാൻ റസിയ. മുഹറ സന്ദേശവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഫറൂഖ് നഈമി, നിച്ചിൻ കെ, ലിതിൻ പുൽപ്പള്ളി. كربلائي للأبد والضام في ذاتي حيدر 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 حيدر